നമസ്കാരം. നമുക്കിന്നൊരു അയില പൊള്ളിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-12 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. വെള്ളക്കാന്താരിയും പച്ചക്കാന്താരിയും ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി ചേർത്തൊന്നുമില്ല. 10 അല്ലി ചുവന്നുള്ളി നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട്. എല്ലാതും കഴുകിയതാണ്. അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി 2 കഷ്ണമാക്കി മുറിച്ചിടുന്നുണ്ട്. ഒരു തുടം വെളുത്തുള്ളി. നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിതിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച്, പക്ഷേ ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. അതുപോലെ തന്നെ ഒരു തണ്ട് മല്ലിയില. നമുക്കിതുപോലെ തന്നെ തരിതരിപ്പൊടി അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ വെളിച്ചെണ്ണ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നുവെച്ചാൽ കൊളസ്ട്രോൾ ഉള്ളവർക്കും അല്ലാത്തവർക്കും പ്രഷറുള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റിയ റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത്. നമുക്കതെല്ലാ മസാല ഇങ്ങനെ നന്നായിട്ട് അരച്ചത് ഇതിൻ്റെ ഉള്ളിലും ഒക്കെ നന്നായിട്ട് തേമ്പി കൊടുക്കണം. നമുക്കിതൊരു വാഴ നിരത്തി വെച്ചിട്ട് വേണം നമുക്കിത് പൊള്ളിച്ചെടുക്കാനായിട്ട്. അടിപൊളി സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിക്കണ്ട, ഇങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവർ ഇങ്ങനെ കഴിച്ചാൽ മതി, നല്ലതാണ്. നമുക്കിതൊരു വാഴ മൂടി വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റോളം മൂടി വെക്കട്ടെ. അപ്പം ഞാൻ തുറന്ന് നോക്കേണ്ടത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കണത്. നമുക്കിത് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കണം. ഒരു വാഴയിൽ നമുക്കിതോട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ടൊരു 10-20 മിനിറ്റോളം വേണം. ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൽ നിന്ന് വെള്ളമൊക്കെ ഇതുപോലെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. വേറെ വെള്ളമൊന്നും ചേർത്തണ്ട. വെള്ളമൊക്കെ നന്നായിട്ട് ഇതിൽ നിന്ന് ഇറങ്ങി വരും. നമ്മൾ മസാല എന്നുള്ള വെള്ളമാണ് ഇറങ്ങി വരും. നമുക്കിതുപോലെ തന്നെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഫ്രൈ ചെയ്യണത്. അത് ഒന്നും കൂടി മൂടി വെച്ച് നമുക്ക് ഒന്നും കൂടി അത് വലിച്ച് ഇനി നമുക്ക് 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത്. അപ്പോൾ നമ്മളെ ഫ്രൈ ഒക്കെ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തിൽ വന്നിട്ടുണ്ട്. കടുകടൂന്നാവരുത്. ഉള്ളിൽ നന്നായിട്ട് വെന്ത് ഇറച്ചി പോലെ ആവണം. അപ്പോൾ നമ്മൾ അടിപൊളി അയില പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും, നമസ്കാരം. ബായ്. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.